മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ 3 അംഗ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലല്ല ദേശീയപാതയുടെ നിർമ്മാണമെന്നും ഇതാണ് അപകട കാരണമായതെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, എന്തായാലും ഈ 3 അംഗ സമിതി സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടു കാണും. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ കാലാവസ്ഥയും ഒന്നും പരിഗണിക്കാതെയുള്ള ശാസ്ത്രീയ നിർമ്മാണമാണ് ഇത്തരമൊരു ദുരന്തത്തിന് വഴിവെച്ചത്. എന്തായാലും ഇന്നിപ്പോൾ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൂടെ ഒരുപക്ഷെ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും അതിനനുസരിച്ച് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും തുടർ നടപടിയും എന്നുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം ജംഷീർ? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ എന്തു വേണം എന്ന് സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ്. ഈ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഘം, അതായത് ഡൽഹി IIT-യിൽ നിന്നുള്ള വിരമിച്ച പ്രൊഫസർ ജി റാവുവിന്റെ നേതൃത്വത്തിൽ മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമായിരുന്നു സ്ഥലം സന്ദർശിച്ചിരുന്നത്. ഈ സ്ഥലം സന്ദർശിച്ചത് ഇവരുടെ പ്രാഥമിക വിവരം, ഇവർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ വിലക്കിയതും അതോടൊപ്പം തന്നെ പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചിരുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് കമ്പനിക്ക് വിലക്കേർപ്പെടുത്തി. ഇതിന് പുറമെ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡി, കൺസൾട്ടന്റ് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ഈ വിദഗ്ധ സംഘം നൽകിയ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ഇന്നിപ്പോ അവർ അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇന്ന് കേന്ദ്രത്തിന് കൈമാറും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ജില്ലാ കളക്ടറും അക്കാര്യം പറഞ്ഞിരുന്നു. ഈ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് എന്താണെന്ന് നോക്കി അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ പറയുക എന്ന കാര്യം ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിരുന്നു. നാട്ടുകാർ നേരത്തെ തന്നെ ഇക്കാര്യം ഇവിടെ ഈ പാത നിർമ്മിക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്തെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇതൊരു വയൽ പ്രദേശമാണ്, ഇവിടെ ഈ നിർമ്മിതി നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അവിടെ വയഡക്റ്റ് മോഡൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചതാണ്. എന്നാൽ അത് വകവയ്ക്കാതെ ആയിരുന്നു പിന്നീട് കമ്പനി ഇത്തരത്തിലുള്ള നിർമ്മാണവുമായി മുന്നോട്ട് പോയത് എന്ന ആ കാര്യം ഈ വിദഗ്ധ സംഘത്തിന് മുന്നിലും നാട്ടുകാർ പറഞ്ഞിരുന്നു. ആ കാര്യം, അതായത് ഇവിടെ ഇത്തരത്തിലുള്ള നിർമ്മിതി നടക്കുന്നതല്ല എന്നുള്ളത് ഈ വിദഗ്ധ സമിതിക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ആ പൊളിഞ്ഞ് മുഴുവൻ കിലോമീറ്ററുകളോളം അവർ ആ സംഘം നടന്നു തന്നെ അത് വീക്ഷിക്കുകയും നാട്ടുകാരുമായും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ അധികൃതരുമായും ഒക്കെ സംഘം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് നൽകും, ഈ റിപ്പോർട്ട് ഇന്ന് നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടി ഉണ്ടാവുക. ഒരു വിശദമായ റിപ്പോർട്ട് തന്നെയായിരിക്കും ഈ സംഘം നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ നാട്ടുകാർ ഉന്നയിച്ച കാര്യങ്ങൾ, ആരോപണങ്ങൾ ുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇനി ഈ റിപ്പോർട്ട് നൽകിയതിനു ശേഷം ഇനി ഇവിടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്രിഡ്ജ് നിർമ്മിക്കണം എന്നുള്ളതാണ്. വയഡക്റ്റ് മോഡൽ ബ്രിഡ്ജ് നിർമ്മിക്കണം എന്നുള്ളതാണ്. അത് നിർമ്മിക്കുമോ അല്ലെങ്കിൽ അതിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.